ഡേ 3 ഓഫ് പ്രീ വേൾഡ് കപ്പ് ടോക്സ്. നമ്മൾ സംസാരിക്കാൻ പോണത് നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഫുട്ബോളിൽ നമ്മൾ ഒറ്റ ആളിനെ കുറിച്ചാണ് ആലോചിക്കുക. ഞാൻ അങ്ങനെ ഒറ്റ ആളിനെ കുറിച്ച് ആലോചിക്കാത്തത് മറ്റാരുമല്ല, വിക്ടർ ഓസിമനെ കുറിച്ചാണ്. ഓസിമൻ എന്ന് പറയുന്ന പ്ലെയർ ഇപ്പോൾ ഗൽറ്റസറായിക്ക് വേണ്ടിയിട്ട് സെറ്റായിട്ട് കളിച്ചോണ്ടിരിക്കുന്ന നൈജീരിയന്റെ ഒരു മുഖം മൂടി ഇട്ടിട്ടുള്ള ഒരു ഫേസായി മാറിയിരിക്കുകയാണ് വിക്ടർ ഓസിമൻ. ഇതുപോലെ ഒന്നും ആയിരുന്നില്ല വിക്ടർ ഓസിമന്റെ ജീവിതം. വിക്ടർ ഓസിമന്റെ ജീവിതം ഏകദേശം ഏറ്റവും ദുരന്തപ്പെട്ട ജീവിതമാണ് ഞാൻ കേട്ടെടുത്തോളുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വേസ്റ്റും കച്ചറയും പിന്നെ നമ്മൾ ഡംപ് യാർഡ്സ് എന്നൊക്കെ പറയും, ഈ വേസ്റ്റും കച്ചറയും ഒക്കെ ഇടുന്ന സ്ഥലം എന്ന് ഈ സ്ഥലം കുറേ വേസ്റ്റുകൾ ഉണ്ടാവും. അതിൻ്റെ അടുത്തായിരുന്നു വിക്ടർ ഓസിമന്റെ വീട് പറയാൻ പറ്റില്ല, നമ്മളെ മരം കൊണ്ട് ഉണ്ടാക്കിയ ഷെൽട്ടേഴ്സ് തന്നെ പറയാം. ഇത് 1-2 സിബ്ലിങ്സിനാണെങ്കിൽ ഓക്കെ, വിക്ടർ ഓസിമനെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾക്ക് വിക്ടർ ഓസിമന്റെ അച്ഛന് 7ഓളം മക്കളുണ്ടായിരുന്നു. ഈ 7ഓളം മക്കളെ എല്ലാവരും ആ ഡംപ് യാർഡ്സിൽ തന്നെ പണി ചെയ്യുന്നുണ്ടായിരുന്നു. വളരാനായിട്ട് വളരെ കഷ്ടത്തോടെയാണ് വിക്ടർ ഓസിമൻ വളർന്നത്. കാരണം എന്ന് വെച്ചാൽ ആളുടെ അച്ഛൻ ഒരു സിംഗിൾ ഫാദർ ആയിട്ടാണ് ഇവർ 7 മക്കളെയും വളർത്തിയത്. ഇപ്പോൾ നൈജീരിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓടിയെത്തുന്നത് ആ ഒറ്റ പ്ലെയറാണ്. അത് എന്തായാലും വിക്ടർ ഓസിമൻ തന്നെ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നിങ്ങളുടെ കമൻറ്റ്, ആരാണ് നിങ്ങളുടെ പ്ലെയർ, അതായത് നൈജീരിയയിലെ ഒരു ഫേസ്, അത് ആരാണ് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് വരും. നമ്മളെ ഈ കണ്ടിന്യൂസ് സീരീസ് ആണ്, 30 ദിവസത്തേക്ക് ഉണ്ടാവും വേൾഡ് കപ്പിന് മുമ്പായിട്ട്. അപ്പോൾ നിങ്ങൾ ലെജൻസ്, അതായത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലെജൻസ് അല്ലാതെ വെച്ചാൽ ഇപ്പോൾ കറന്റ് പ്ലേയിങ് പ്ലേയേഴ്സ് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്